പശ്ചിമബംഗാൾ കൂട്ടബലാത്സംഗ കേസിൽ വിവാദ പ്രസ്താവനയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി 12:30-ക്ക് വിദ്യാർത്ഥിനി എന്തിന് പുറത്തിറങ്ങി എന്നതാണ് മമതയുടെ ചോദ്യം. ആരാണ് പെൺകുട്ടിയെ വനമേഖലയ്ക്കടുത്തു പോകാൻ അനുവദിച്ചതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർ കുട്ടികൾക്ക് കർശനമായി സുരക്ഷ ഉറപ്പാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു. ബംഗാളിലേത് മാത്രം പർവ്വതീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലെന്നും മമത പറയുന്നു. Came out in the night at 12:30, and it happens in the, so far I know, forest area, and 12:30 I do not know what happened. Investigation is on. I'm shocked to see the incident, but private medical colleges also is to take care for their students, and especially the girl child at night time. They should not be allowed to come out in the outside. They have to protect themselves also. അജയ് സുധാഭിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലൊരു പരാമർശം? എൽദോ, ഈ പശ്ചിമ ബംഗാളിൽ ഒരു വിദ്യാർത്ഥി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം, അത് നമ്മൾ ആ ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് മറ്റൊരു കൂട്ടബലാത്സംഗത്തിൻ്റെ വാർത്ത പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. ഈ ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ആളുകൾ, ഈ വിദ്യാർത്ഥിയുടെ സഹപാഠിയും ഈ കൂട്ടത്തിൽ പെടുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇതൊരു വനമേഖലയിൽ വെച്ച് രാത്രി സമയത്ത് കൂട്ടബലാത്സംഗം ചെയ്ത ഈ ഒരു വിഷയം, അത് പശ്ചിമ ബംഗാളിൽ ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയായിരുന്നു. BJP ഉൾപ്പെടെ വിഷയത്തെ ഒരു രാഷ്ട്രീയപരമായി ഇത് മമതാ ബാനർജിക്ക് എതിരെ ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവന, അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. രാത്രി സമയത്ത് 12:30 എന്തിന് പെൺകുട്ടി ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എന്തിനാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിന് അനുമതി നൽകിയത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. അതുപോലെ തന്നെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ നടപടികൾ സ്വീകരിക്കണം. ഇത് പശ്ചിമ ബംഗാളിൽ മാത്രം നടക്കുന്ന സംഭവമല്ല, ഉത്തർപ്രദേശിലും ഒഡീഷയിലും ഉൾപ്പെടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ സംഭവം മാത്രം പർവ്വതീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. BJP വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രസ്താവന അപമാനകരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മമതാ ബാനർജി അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയതെന്നും BJP പറഞ്ഞു. ഈ പീഡനത്തിനിരയായ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ ഇതുവരെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്കായി തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറസ്റ്റിലായതിൽ ഒരാൾ പെൺകുട്ടിയുടെ സഹപാഠിയാണെന്നും വിവരം ലഭിക്കുന്നുണ്ടായിരുന്നു. റൈറ്റ്, അജയ് സുധാഭിജുവാണ് വിവരങ്ങൾ നൽകിയത്.